Hi all, welcome to another class of Big Learning. അപ്പോ നമ്മൾ എല്ലാവരും ഒട്ടനവധി ദിവസങ്ങളായി നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന LSTD എക്സാം ഇതാ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ. ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്ന, ഒരുപാട് പേര് പ്രതീക്ഷയോട് കൂടി ഇരിക്കുന്ന ഒരു എക്സാം ആണ് വന്നിട്ടുള്ളത്. അപ്പോ നോട്ടിഫിക്കേഷൻ ദേ ഇറങ്ങാൻ പോകുന്നു. അതേപോലെ തന്നെ എല്ലാവരും അതിനകത്തേക്കുള്ള പഠിത്തവും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? നമ്മളും നേരത്തെ മുൻകൂട്ടി തന്നെ എല്ലാം പഠിച്ചു തുടങ്ങണം ഇല്ലേ? നമുക്കറിയാം, പണ്ട് നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരുന്ന പോലത്തെ ഒരു കോമ്പറ്റീഷനെ അല്ല ഇപ്പോ. എക്സാം എഴുതുന്നവര് വളരെ കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടിയാണ് എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈച്ച് ബുക്ക് അല്ലെ, ഈച്ച് കോർണർ ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പെറുക്കിയാണ് എല്ലാവരും ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ച് വരുന്നത് എക്സാം എഴുതാനായിട്ട്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ് നോക്കിയാൽ തന്നെ അറിയാം. അതായത് ഒരു നോർമൽ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, ഒരു 2 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്കൊക്കെ കിട്ടുമായിരുന്നു. ജസ്റ്റ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ഒന്ന് കാണാതെ പഠിച്ചു പോയാൽ നമുക്ക് കുറച്ച് മാർക്കൊക്കെ അറ്റൈൻ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും റിപ്പീറ്റഡ് ആയിട്ട് കാണാറില്ല. ഒരു സബ്ജക്ട് എടുത്താൽ തന്നെ അതിന്റെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഏതെങ്കിലും, നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രത്തോളം എന്തായിരിക്കും, നമുക്ക് ടൈം കിട്ടും ഈ ഒരു എക്സ്ട്രാ പോർഷൻസ് ഒക്കെ കവർ ചെയ്യാനായിട്ട്. അപ്പം വേഗത്തിൽ തന്നെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ എയുടെ ലിസ്റ്റില്, റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കും ഒരു ഇടം നേടാനായിട്ട് പറ്റും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു സെഷനാണ് RCC എന്ന് പറയുന്ന സബ്ജക്ട്. നമുക്കറിയാം, ലെവൽ പേപ്പർ ആണ് RCC. ലെവൽ പേപ്പർ പ്ലസ് ഡിപ്ലോമ ലെവലിലും IT ലെവലിലും ചോദിക്കാറുണ്ട്. എങ്കിൽ പോലും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ RCCയുടെ ഒരു പ്രീവിയസ് ഇയർ ചരിത്രം നോക്കുമ്പം ഒരു 10 മുതൽ 25 ചോദ്യങ്ങളൊക്കെ വരെ RCC ക്വസ്റ്റ്യൻസ് വന്ന പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് RCC. IT ലെവലിൽ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കോഡൽ പ്രൊവിഷൻസ് ഒക്കെ പഠിച്ചു പോകുന്നു. ഡിപ്ലോമ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഒരു ഹയർ ആയിട്ടുള്ള കോഡൽ പ്രൊവിഷൻസിലേക്ക് വരുന്നു. ബിടെക് ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, നമുക്ക് അത്രത്തോളം നമ്മളുടെ കോൺസെപ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം RCCയിൽ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനിൽ നിന്നുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ക്ലാസ് ഏതാണെന്ന് പരിചയപ്പെടാം. പ്രീ സ്ട്രെസ് കോൺക്രീറ്റ്. മെയിൻ ആയിട്ടും നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിപ്ലോമ ലെവലിൽ ആവശ്യമില്ലാത്ത ഒരു ടോപ്പിക് തന്നെയാണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. പക്ഷെ നമുക്ക് ഒരു ലെവൽ പേപ്പർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളോട് ചോദിക്കാം, പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. അപ്പോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ആണ്. അപ്പൊ എന്താണ് പ്രീ സ്ട്രെസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. പ്രീ സ്ട്രെസ് ചെയ്യുക. എന്താ പ്രീ സ്ട്രെസ്? പ്രീ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? നേരത്തെ തന്നെ. സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ നേരത്തെ തന്നെ ആരെയോ നമ്മൾ സ്ട്രെസ് ചെയ്യാൻ പോവാം. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് ഈ പ്രീ സ്ട്രെസ്സിങ് എന്ന് അറിയാനായിട്ട് ഞാൻ വളരെ എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 കണ്ടീഷൻസ് ആണ് തന്നേക്കുന്നത്. നമ്മുടെ ഒരു സാധാരണ RCC റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റും അതേപോലെ തന്നെ ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റും തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. സോ RCC, ഞാനൊരു RCC ബീം കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം. അപ്പൊ RCC എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീംസ് ആണ്. കോൺക്രീറ്റും ഉണ്ട്, സ്റ്റീലും ഉണ്ട്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. കോൺക്രീറ്റിന് കംപ്രഷൻ എടുക്കാൻ പറ്റും, പക്ഷെ എന്തെടുക്കാൻ പറ്റില്ല, ടെൻഷൻ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ടെൻഷൻ എടുക്കാൻ വേണ്ടി, ടെൻസൈൽ സ്ട്രെസ്സസിനെ ക്യാരി ചെയ്യാനായിട്ട് നമ്മൾ ആരെ പ്രൊവൈഡ് ചെയ്യുന്നു? സ്റ്റീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സപ്പോസ് ഇഫ് ഐ എം കൺസിഡറിങ്, ഞാനൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കാറുള്ള അല്ലെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മളൊരു UDL പ്ലേസ് ചെയ്താൽ നമ്മുടെ ബീം സാഗ് ആണ് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ ടോപ്പ് മെമ്പേഴ്സ് നോക്കുമ്പോൾ ടോപ്പ് ഫൈബേഴ്സ് നോക്കുമ്പോൾ ദേ ആർ അണ്ടർ കംപ്രഷൻ ആയിരിക്കും. ബോട്ടം ഫൈബേഴ്സ് നോക്കുമ്പോൾ ദേ ആർ അണ്ടർ ടെൻഷൻ ആയിരിക്കും. അപ്പൊ ഈ അണ്ടർ സൈഡിലുള്ള ന്യൂട്രൽ ആക്സിസിന്റെ താഴെയുള്ള അണ്ടർ സൈഡിലുള്ള ടെൻഷനെ ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ പ്രൊവൈഡ് ചെയ്യുന്നു? റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഞാനൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തേക്കുന്നു. അതിൽ ഞാനൊരു ടെൻഷൻ സൈഡിൽ ഒരു സ്റ്റീൽ ബാർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ അതിലേക്ക് ഒരു ലോഡ്, സപ്പോസ് ഞാനൊരു പോയിന്റ് ലോഡാണ് വെക്കുന്നത്. പോയിന്റ് ലോഡ് ഞാൻ വെച്ച് കഴിഞ്ഞ് ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള ഒരു ലോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീം ഉറപ്പായിട്ടും ബെൻഡ് ചെയ്തു. അപ്പൊ ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ക്രാക്സ് ഒക്കെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. എവിടെയാണ് ടെൻഷൻ ക്രാക്സ് ഒക്കെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. നമ്മള് എൻഡിലാണ് സപ്പോർട്ടിനോട് ചേർന്നാണെങ്കിൽ ഷിയർ ക്രാക്സ് ആയിരിക്കും 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ. ഓൾമോസ്റ്റ് നടുക്കാവുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്ലെക്ഷറൽ ക്രാക്സ് ആണ് കാണാനായിട്ട് പറ്റുക. ഇനി ഇത് നമ്മളുടെ വളരെ സിമ്പിൾ അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് ആയിട്ടുള്ള RCC ഫോളോ ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ RCC പണിയുമ്പം നമ്മുടെ ന്യൂട്രൽ ആക്സിസ് അല്ലെ, നമ്മൾ എന്താണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പഠിക്കാറുള്ളത്? ഒരു പർട്ടിക്കുലർ ലെയറിൽ നെയ്തർ കംപ്രഷൻ നോ ടെൻഷൻ ഒന്നും കാണാൻ പറ്റാത്തവരെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയാം. അപ്പൊ ന്യൂട്രൽ ആക്സിസിൽ ഇവരൊന്നും ഇല്ല. അപ്പൊ ന്യൂട്രൽ ആക്സിസിൽ നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആണ്. ഈ ന്യൂട്രൽ ആക്സിസിന് താഴെ ശരിക്കും ആരുണ്ട്? കോൺക്രീറ്റും ഉണ്ട്, ടെൻഷനും ഉണ്ട്, കോൺക്രീറ്റും ഉണ്ട്, നമ്മുടെ സ്റ്റീലും ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്. പക്ഷേ ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള കോൺക്രീറ്റിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. റീസൺ എന്താ? ബിക്കോസ് അവിടെ വരുന്ന ടെൻഷൻ ഫുള്ളി ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ ഉപയോഗിച്ചിട്ടുണ്ട്? നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിച്ചു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആ താഴെയുള്ള കോൺക്രീറ്റിനെയും കൂടെ ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു കൺസെപ്റ്റില് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രണ്ടാമത്തെ ഒരു ന്യൂ മെത്തഡോളജിയാണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾക്ക് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനെ കുറിച്ച് കാണാൻ പറ്റും. എന്താ തന്നേക്കുന്നത് നോക്കിയേ. നമ്മുടെ സെയിം ബീം നമ്മൾ എടുക്കുന്നു. ബീം എടുത്തതിന് ശേഷം ഇൻസ്റ്റെഡ് ഓഫ് റീഇൻഫോഴ്സിംഗ് ബാർസ്, റീഇൻഫോഴ്സിംഗ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സ്റ്റീൽ വയേഴ്സ്, ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള സ്റ്റീൽ വയേഴ്സ് അല്ലെങ്കിൽ ടെൻഡൻസ് എന്ന് നമ്മൾ വിളിക്കും. അത് നമ്മൾ എടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളുടെ ആ ഒരു കോൺക്രീറ്റ് ബ്ലോക്കിനകത്തൂടെ വലിച്ചു വെച്ച് കെട്ടിവെക്കുന്നു. നമ്മൾ ഒക്കെ കെട്ടുന്ന പോലെ വലിച്ചു പുള്ളി ചെയ്ത് വെച്ചേക്കുക. അപ്പൊ പുള്ളി ചെയ്ത് വെച്ചു. എന്നിട്ട് അപ്പോഴത്തേക്ക് എന്താ? നമ്മളുടെ കോൺക്രീറ്റിലേക്ക് നമ്മൾ ആദ്യം ഇനിഷ്യലി പിടിച്ച് വലിച്ചു പുള്ളി ചെയ്ത് വെച്ചു. വെച്ചതിന് ശേഷം നമ്മൾ അവരെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്രയാണോ പുൾ അപ്ലൈ ചെയ്തത് ആ സെയിം സാധനം എന്താ കാണാൻ പറ്റുന്നത്? നമ്മളുടെ കോൺക്രീറ്റിലേക്ക് ഒരു പുഷ് പോലെ വരാൻ തുടങ്ങി. അപ്പൊ എന്തായി? നമ്മുടെ കോൺക്രീറ്റ് സെക്ഷൻ ഒരു ഹോഗിങ് മൊമെന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റി. കോൺക്രീറ്റിലൊരു ഹോഗിങ് മൊമെന്റ് എന്ന രീതിയിൽ നമ്മളുടെ ബീം ബെൻഡ് ചെയ്തു. ഇനി ഞാൻ അതിന്റെ മുകളിൽ ആരെ കൊണ്ടുവെക്കാൻ പോവാണ്? നമ്മളുടെ ആക്ച്വൽ ലോഡ് കൊണ്ടുവെക്കാൻ പോകും. അപ്പൊ എന്താ പറ്റിയെന്ന് നോക്കിയേ. മുന്നത്തെ കേസിൽ ലോഡ് വന്നപ്പം സാഗ് ചെയ്ത ബീം ഇപ്രാവശ്യം എന്തായി? നമ്മൾ ലോഡ് വരുന്നതിന് മുന്നേ തന്നെ ആളെ ഹോഗ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ലോഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ബീമിന് ഒരു പെർഫെക്റ്റ് ഷേപ്പ്, നമ്മുടെ പെർഫെക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് അവർ ഇരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിഫ്ലക്ഷൻസ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും കമ്പയർ ടു ആരാണ്? നമ്മളുടെ RCC ബീംസ്. അപ്പൊ ഇതാണ് ഓൾഡസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള RCCയും ഒരു ന്യൂ മെത്തഡോളജി ആയിട്ടുള്ള പ്രീ സ്ട്രെസും തമ്മിലുള്ള ജനറൽ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് RCC പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് വ്യത്യാസം കണ്ടു. അപ്പൊ നമുക്ക് പ്രീ സ്ട്രെസ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. സോ പ്രീ സ്ട്രെസ് ഇസ് സിംപ്ലി എ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് പ്രീ കംപ്രഷൻ ടു കൺട്രോൾ ദി സ്ട്രെസ്സസ് റിസൾട്ടിങ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് കാരണം ഉണ്ടാകാവുന്ന സ്ട്രെസ്സുകളെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു? ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നു. എക്സ്റ്റേണൽ സ്ട്രെസ്സസ് ഉണ്ടാവുന്നത് വി ആർ ജസ്റ്റ് ഗോയിങ് ടു കൺട്രോൾ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് ബിലോ ദി ന്യൂട്രൽ ആക്സിസ്. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ന്യൂട്രൽ ആക്സിസിന്റെ സൈഡിലാണ്. ബിലോ ദി ന്യൂട്രൽ ആക്സിസ് സൈഡിലാണ്, ടെൻഷൻ സൈഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. നോർമലി നമ്മൾ ഈ ഒരു പ്രീ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ ലോങ് സ്പാൻ ബ്രിഡ്ജുകള്, വളരെ സ്ലെൻഡർ ആയിട്ടുള്ള സെക്ഷൻസ് വേണ്ടെടുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കോമൺ ആയിട്ട് ആരെ പ്രിഫർ ചെയ്യുന്നത്? പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എവിടെ നമുക്ക് ടെൻഷൻ വളരെ കൂടാൻ സാധ്യതയുണ്ട്, പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടാൻ സാധ്യതയുണ്ട്, അവിടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പ്രീ സ്ട്രെസ്സിങ്. അല്ലെ, പ്രീ സ്ട്രെസ്സിങ് കാരണം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാനായിട്ട് പറ്റും.
ഇപ്പൊ പ്രീ സ്ട്രെസ്സിംഗ് എന്ന് പറയുമ്പോൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ നോക്കുന്നു നമ്മൾ. എന്തൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് അത് കാരണം ഉണ്ടാകും. നമ്മൾ ബോത്ത് കോൺക്രീറ്റ് അബവ് ന്യൂട്രൽ ആക്സിസ് ആൻഡ് ബിലോ ന്യൂട്രൽ ആക്സിസ് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറ്റുന്ന കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ക്രാക്കുകൾ നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും, ടെൻഷൻ സ്ട്രെസ്സുകൾ കുറയ്ക്കാനായിട്ട് പറ്റും, ഡിഫ്ലക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും, സ്മോളർ സെക്ഷൻസ് മതിയാകും. അതേപോലെ തന്നെ നമ്മുടെ സെക്ഷൻസ് സ്മോളർ ആകുന്തോറും അവരുടെ ഡെഡ് വെയിറ്റ് കുറയുന്നു. അപ്പം സ്മോളർ സെക്ഷൻസ് ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും ഒരു ലോങ്ങർ സ്പാനിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ജനറലി നമ്മുടെ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പ്രീ സ്ട്രെസ്സിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുമ്പം കുറെ ടേംസ് നമ്മൾ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ടെർമിനോളജീസ് നമുക്കൊന്ന് നോക്കാം. 4 മെയിൻ ടെർമിനോളജീസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ നമ്മളുടെ ഫസ്റ്റ് ടെർമിനോളജി ആണ് വിച്ച് ഇസ് ഗിവൺ ആസ് ടെൻഡൻ. ഓക്കെ, പ്രീ സ്ട്രെസ്സിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് ടെൻഡൻ. നമ്മൾ കണ്ടിരുന്നത് എന്താ ചെയ്തത്, നമ്മൾ നമ്മുടെ കോൺക്രീറ്റിന്റെ ടെൻഷൻ സൈഡിൽ നമ്മളൊരു വയറിലെ ഒരു സ്റ്റീൽ വയർ ഹൈ ടെൻഷനിൽ പിടിച്ച് വലിച്ചു വെക്കും എന്ന് പറഞ്ഞു. ആ വലിച്ചു വെക്കുന്ന സ്ട്രെച്ച് ചെയ്യുന്ന എലമെന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെൻഡൻ. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീ സ്ട്രെസ് കൊടുക്കുന്നത്. അത് ത്രൂ ആണ് നമ്മൾ കോൺക്രീറ്റിലേക്ക് ഒരു പ്രീ സ്ട്രെസ് കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ മുന്നത്തെ കേസ് പറഞ്ഞപ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ കേബിൾ പിടിച്ച് വലിച്ചു വെച്ചു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തപ്പോഴത്തേക്ക് തിരിച്ചു വന്ന ഒരു ബാക്ക് ആക്ഷൻ അല്ലെ, ഒരു പുഷിങ് ആക്ഷൻ ആണ് കണ്ടത്. അത് ഒരു മെത്തേഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്. വേറൊരു മെത്തേഡിൽ നമ്മൾ ജസ്റ്റ് ഇവരെ വലിച്ചു പിടിച്ചൊന്ന് ആങ്കർ ചെയ്ത് വെക്കത്തേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് ആങ്കറേജ്. ഓക്കെ, അപ്പൊ എന്താ ഡിവൈസ് വിച്ച് ഇസ് ജനറലി യൂസ്ഡ് ടു എനേബിൾ ദ ടെൻഡൻ ടു ഇംപാർട്ട് ആൻഡ് മെയിൻറ്റെയിൻ പ്രീ സ്ട്രെസ്. ആ പ്രീ സ്ട്രെസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണ് ആങ്കറേജ്. അപ്പൊ എന്താണ് ടെൻഡൻ ആങ്കറേജ് കണ്ടു. ഇനി മൂന്നാമത്തെ ടേം ആണ് പ്രീ ടെൻഷനിങ് ആൻഡ് നാലാമത്തെ ടേം ആണ് പോസ്റ്റ് ടെൻഷനിങ്. അപ്പൊ ഇവർ രണ്ടുപേരും നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും, പ്രീയും പോസ്റ്റും. പ്രീ എന്ന് പറയുമ്പോൾ എന്താ നേരത്തെ, പോസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നീട്. അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പ്രീ ടെൻഷനിങ് ഇത്ര മാത്രം ഓർക്കുക, കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്റ്റീൽ വയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടെൻഡൻസിനെ സ്ട്രെസ് ചെയ്താൽ പ്രീ ടെൻഷനിങ് എന്ന് പറയുന്നു. ആൻഡ് ടെൻഡൻസ് നമ്മൾ ടെൻഷൻ ചെയ്യുന്നത് ആഫ്റ്റർ കോൺക്രീറ്റ് നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ വി കോൾ ദം ആസ് പോസ്റ്റ് ടെൻഷനിങ്. അപ്പൊ എന്താണ് ഈ പ്രീ ടെൻഷനിങ്, പോസ്റ്റ് ടെൻഷനിങ്, നമുക്ക് വളരെ ക്വിക്ക് ആയിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അതാണ് മെത്തേഡ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്. ഇപ്പൊ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൽ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്തൊക്കെ മെത്തേഡ്സിൽ നമുക്ക് പ്രീ സ്ട്രെസ് ചെയ്യാം. അതിലെ ഫസ്റ്റ് മെത്തേഡാണ് പ്രീ ടെൻഷനിങ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒരു ഫിഗർ അവൈലബിൾ ആണ്. ആ ഫിഗറിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, ഞാനൊരു മേ ബി നമ്മുടെ സ്ലീപ്പേഴ്സ് ഉണ്ടല്ലോ, റെയിൽവേയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലീപ്പേഴ്സ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ഒക്കെ നമ്മൾ കൂടുതലും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ കോൺക്രീറ്റ് അവിടെ കാസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രെസ്സോ പ്രശ്നങ്ങളോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അത്രയും വലിയൊരു ട്രാക്ക് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്, അത്രയും വലിയൊരു ലോഡാണ് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ അവരെ സ്ട്രെസ് ചെയ്ത് അങ്ങ് വെക്കും. അപ്പൊ ഒരു സാധാരണ ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പർ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ആൻഡ് എങ്ങനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ് ചെയ്ത് ബിലോ ന്യൂട്രൽ ആക്സിസ് നമ്മളൊരു സ്റ്റീൽ വയർ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ടെൻഡൻ നമ്മൾ പിടിച്ചു വലിച്ചു വെക്കും. അപ്പോ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നില്ല. കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ മൗൾഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ മൗൾഡിനകത്ത് ഞാൻ ബോട്ടം ന്യൂട്രൽ ആക്സിസിന് താഴെ ആരെ ഇട്ട് വെക്കാൻ പോവാണ്, നമ്മുടെ പ്രീ സ്ട്രെസ്സിങ് കേബിൾ ഞാൻ വലിച്ചു പിടിച്ച് ജാക്കി ഉപയോഗിച്ച് വലിച്ചു പിടിച്ച് വെക്കുന്നു. വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ മുകളിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു കോൺക്രീറ്റിന്റെ മൗൾഡ് വെച്ചു എന്ന്. ആ കോൺക്രീറ്റ് മൗൾഡിനകത്തേക്ക് നമ്മുടെ കോൺക്രീറ്റ് പോർ ചെയ്ത് നമ്മൾ കാസ്റ്റ് ചെയ്യും. കാസ്റ്റ് ചെയ്ത് സ്ട്രെങ്ത് അത്യാവശ്യം അറ്റൈൻ ചെയ്ത് കഴിയുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ പിടിച്ച് വലിച്ചിരിക്കുന്ന ടെൻഡനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുന്നു. അപ്പൊ കട്ട് ചെയ്ത് വിട്ടപ്പോഴത്തേക്കും എത്രയാണോ നമ്മൾ ഹൈ ടെൻഷനിൽ നമ്മൾ പിടിച്ച് വലിച്ചു വെച്ചിരുന്നതിനെയാണ് പ്രീ സ്ട്രെസ് എന്ന് പറയാ. ആ സെയിം പ്രീ സ്ട്രെസ് നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി, കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീ ടെൻഷനിങ്. ഓക്കെ,
ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് സ്റ്റീലിന് നമ്മൾ രണ്ട് ബൾക്ക് ഹെഡ്സ്, നമ്മൾ ജാക്ക് വെച്ചിരിക്കുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് ബൾക്ക് ഹെഡ്. അപ്പൊ രണ്ട് ബൾക്ക് ഹെഡിന്റെ ഇടയ്ക്ക് നമ്മൾ പിടിച്ച് വലിച്ചു വെക്കുന്നു. എന്നിട്ട് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നു. ആ കോൺക്രീറ്റ് സഫീഷ്യന്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ വയർ കട്ട് ചെയ്ത് റിലീസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രീ ടെൻഷനിങ് മെത്തേഡ്. ഇനി പ്രീ ടെൻഷനിങ് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം, പോസ്റ്റ് ടെൻഷനിങ്ങും ചെയ്യാം. പോസ്റ്റ് ടെൻഷനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പോസ്റ്റ് ആഫ്റ്റർ കൺസ്ട്രക്ടിങ് അല്ലെങ്കിൽ ആഫ്റ്റർ കാസ്റ്റിംഗ് കോൺക്രീറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ വയറ് വലിക്കണ്ടേ, ടെൻഡൻ വലിക്കണ്ടേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കോൺക്രീറ്റിന് മൗൾഡ് ഒക്കെ വെച്ചു. മൗൾഡ് വെച്ചതിന് ശേഷം ആ മൗൾഡിനകത്ത് നമ്മളൊരു ചെറിയ ഡക്ട് പോലെ ഫോം ചെയ്യും. നമ്മുടെ സൈഡ് വ്യൂ ഓഫ് ദി മൗൾഡ് ആണ്. അതിനകത്ത് നമ്മുടെ വയർ വലിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഹോൾ ഓപ്പണിംഗ് കൊടുക്കും. ആ ഹോൾ ഓപ്പണിംഗ് അങ്ങനെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് കേസിംഗ് ഒക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ മേൾവശത്തും താഴ്വശത്തും ഒക്കെ കോൺക്രീറ്റിംഗ് ചെയ്തു. കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം സ്ട്രെങ്ത് അവരും അറ്റൈൻ ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റീൽ ടെൻഡൻസ് അതിനകത്തൂടെ കയറ്റി വിടുന്നു. കയറ്റി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്രാവശ്യം നമ്മൾ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഡക്റ്റിനുള്ളിൽ കൂടെ ടെൻഡൻസ് വലിച്ചു വെക്കുന്നു. വലിച്ചു വെച്ചിട്ട് നമ്മൾ അവരെ ആങ്കർ ചെയ്ത് വെക്കുകയായിരിക്കും ചെയ്യുന്നത്. പിടിച്ചു വലിച്ച് കെട്ടി വെക്കുന്നു. ആങ്കർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്, പോസ്റ്റ് ടെൻഷനിങ്ങിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളും ഉണ്ട്. ചിലത് ചെയ്യുമ്പോൾ ലോസുകൾ ഭയങ്കര കൂടുതലായിരിക്കും, ചില മെത്തേഡിൽ ലോസസ് വളരെ കുറവായിരിക്കും. അതൊക്കെ നമുക്ക് വഴിയെ വഴിയെ പഠിക്കാം. ഓക്കെ, അപ്പൊ അതാണ് രണ്ട് ടൈപ്പ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്. ഏത് പ്രീ ടെൻഷനിങ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ് ചെയ്യും. പ്രീ ടെൻഷനിങ്ങിൽ നമ്മൾ ആദ്യം വയറ് വലിക്കുന്നു, എന്നിട്ട് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് നമ്മൾ പ്രീ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. പോസ്റ്റ് ടെൻഷനിങ് ആകുമ്പോൾ നമ്മൾ ഓൾറെഡി കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നു, അതിനുള്ളിൽ കൂടെ ഡക്റ്റിനുള്ളിൽ കൂടെ നമ്മൾ ടെൻഡൻസ് വലിച്ചു വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രീ സ്ട്രെസ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കോമ്പണൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞു ലോങ് സ്പാന്, അതേപോലെ തന്നെ നല്ല സ്ട്രെങ്ത്, നല്ല സ്ട്രെസ് വരുന്നിടത്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ചെയ്യുമ്പം എന്തൊക്കെ കോമ്പണൻസ് എടുക്കാം എന്നുള്ളത്. അപ്പൊ നമ്മളൊരു സാധാരണ RCCയിൽ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റോ അല്ലെങ്കിൽ സ്റ്റീലോ രീതിയിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രീ സ്ട്രെസ് ആകുമ്പോഴത്തേക്കും ചെയ്യേണ്ടത്. അപ്പൊ പ്രീ സ്ട്രെസ്സിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ നോർമലി OPC യൂസ് ചെയ്യാം, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് യൂസ് ചെയ്യാം വിത്ത് സ്ലാഗ് കണ്ടന്റ് നോട്ട് മോർ ദാൻ 50%. റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഹൈ സ്ട്രെങ്ത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, ഈ 4 കാറ്റഗറി സിമെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോൺക്രീറ്റിന് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ മിനിമം സിമെന്റ് കണ്ടന്റ് പറയുന്നത് 300 to 360 kg/m³ ആയിരിക്കണം. മാക്സിമം നമ്മുടെ വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യാൻ നോക്കുക, ആസ് ലോ ആസ് പോസിബിൾ ആക്കി വെക്കാനായിട്ട് നോക്കുക. ആൻഡ് എൻട്രെയിൻഡ് എയർ ഷാൽ നോട്ട് ലെസ് ദാൻ 4% ആൻഡ് നോട്ട് മോർ ദാൻ 6% ആയിരിക്കണം. ഇതൊക്കെ നമുക്ക് കോഡൽ പ്രൊവിഷൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. PSC എക്സാമിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോഡൽ പ്രൊവിഷൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കാം. സ്റ്റീൽ എങ്ങനത്തെ ആയിരിക്കണം? അഗെയിൻ നമ്മൾ പറഞ്ഞു, സ്റ്റീല് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ പോകുന്ന സ്റ്റീലിനെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ ടെൻസൈൽ സ്റ്റീൽ ആയിരിക്കണം. സ്റ്റീലോ ടെൻഡനോ സ്ട്രാൻഡോ കേബിളോ പല പേരുകൾ നമ്മൾ പറയാറുണ്ട്. ആൻഡ് അഗെയിൻ അവരുടെ കണ്ടന്റിന്റെ രീതിയിൽ പറഞ്ഞാൽ 0.7 to 0.8% കാർബൺ കണ്ടന്റ്, 0.6% മാംഗനീസ്, 0.1% സിലിക്ക. ഇനി എന്തുകൊണ്ടാണ് ഹൈ ഗ്രേഡ് കോൺക്രീറ്റും സ്റ്റീലും വേണം എന്ന് നമ്മൾ പറയുന്നത്? റീസൺസ് നമുക്ക് പ്രീ ടെൻഷൻ കോൺക്രീറ്റിംഗ് ചെയ്യുമ്പോൾ, പ്രീ ടെൻഷൻ ആകുമ്പം നമുക്ക് അവിടെ കേബിള് വലിക്കുന്നു, അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നു, കോൺക്രീറ്റ് പ്യുവർ ആകുന്നു, സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നു. അപ്പൊ ഒരു ഹയർ ഗ്രേഡ് കോൺക്രീറ്റ് യൂസ് ചെയ്താലേ നമുക്കൊരു ഹയർ ബോൺ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അതേപോലെ തന്നെ പോസ്റ്റ് ടെൻഷനിങ്ങിനകത്ത് എന്താ, അവിടെ ഒരു ബിയറിംഗ് ആക്ഷൻ ആണ് നടക്കുന്നത്. പോസ്റ്റ് ടെൻഷനിലും പ്രീ ടെൻഷനിലും നമ്മളൊരു ബിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സ്റ്റീലിൽ പഠിക്കാറുള്ള ഒരു കാര്യമാണ്. അതായത് ഡിഫറെന്റ് മെറ്റീരിയൽസ് തമ്മിലുള്ള ഒരു സ്ട്രെസ് ട്രാൻസ്ഫറിനെ നമ്മൾ ബിയറിംഗ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റീലും കോൺക്രീറ്റും തമ്മിലൊരു ബിയറിംഗ് സ്ട്രെങ്ത് നമുക്ക് കിട്ടണം. അപ്പോൾ ഹയർ ബിയറിംഗ് സ്ട്രെങ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഒരു ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യണം.
ആൻഡ് ക്രീപ്പും ഷ്രിങ്കേജ് ലോസസ് മിനിമം ആയിരിക്കണം. ഓക്കെ, ക്രീപ്പ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ലോഡിങ് കാരണമുള്ള പ്രശ്നങ്ങളാണ് ക്രീപ്പ്. നമ്മുടെ കോൺക്രീറ്റ് ഷ്രിങ്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് ഷ്രിങ്കേജ് ലോസസ് എന്ന് പറയാ. അപ്പൊ അവരൊക്കെ ഏറ്റവും മിനിമം ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ട്രെസ് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസ്റ്റ് ടെൻഷനിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് M30യും പ്രീ ടെൻഷനിങ് ചെയ്യുന്ന സമയത്ത് M40. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കോഡൽ പ്രൊവിഷൻ ആണ്. പോസ്റ്റ് ടെൻഷനിങ്ങിലും പ്രീ ടെൻഷനിങ്ങിലും നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ ഗ്രേഡ് എന്തായിരിക്കണം. ലോസസ്, നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുമ്പോൾ കേബിൾ നമ്മൾ വലിച്ചു വെക്കുന്നു. നമ്മളൊരു അയ കെട്ടുന്ന ഓർത്താൽ മതി. നമ്മൾ എത്ര ടൈറ്റ് ആയിട്ട് അയ കെട്ടിയാലും പോകെ പോകെ എന്താ പറ്റുന്നത്, ഇന്ന് ലൂസായി വരും അല്ലെ. നമ്മൾ ഷൂ ലേസസ് കെട്ടുമ്പോഴാണെങ്കിലും എന്ത് സാധനം നമ്മളൊന്ന് കെട്ടി വെക്കുമ്പോഴും പോകെ പോകെ സമയം എടുത്ത് അത് ലൂസാകും. അതിനെയാണ് നമ്മൾ ലോസസ് എന്ന് വിളിക്കാൻ പോകുന്നത്. അപ്പൊ ലോസസ് നോർമലി റേഞ്ച് ചെയ്യുന്നത് 250 Nm² മുതൽ 400 Nm² വരെയാണ്. ആൻഡ് മൈൽഡ് സ്റ്റീലോ ഡിഫോംഡ് സ്റ്റീലോ ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്താൽ നമുക്ക് എല്ലാ ലോസുകളും കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു 0 അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു റെസിഡ്യുവൽ സ്ട്രെസ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് പ്രിഫർ ചെയ്യണം എന്ന് പറയുന്നത്, ഒരു ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ പ്രിഫർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിൽ ഓർത്ത് വെക്കേണ്ടത്, നമ്മുടെ കോമ്പണൻസിൽ ഓർത്ത് വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ അത് ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ഇൻ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് വിത്ത് റെസ്പെക്ട് ടു RCC സ്ട്രക്ചേഴ്സ് ഈസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈക്വൽ ആണോ, ലെസ് ആണോ, മോർ ആണോ, ലെസ് ഓർ മോർ ആണോ. എന്തായിരിക്കും? നമുക്കറിയാം ഡിഫ്ലക്ഷൻ സെൽഫ് വെയിറ്റ് കുറഞ്ഞു. സെൽഫ് വെയിറ്റ് കുറയുമ്പോൾ ഉറപ്പായിട്ടും ഡിഫ്ലക്ഷൻസും എന്തായിരിക്കും, കുറവായിരിക്കും. എന്താണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്? ലെസ് ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. അല്ലെ, അടുത്ത ചോദ്യം ഇതായിരുന്നു. A method of pre-stressing concrete by tensioning the tendons against hardened concrete is known as. Concrete harden ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രീ സ്ട്രെസ്സിംഗ് മെത്തേഡിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമ്മുടെ പോസ്റ്റ് ടെൻഷനിങ് ആണ് അല്ലെ. പോസ്റ്റ് ടെൻഷനിങ് ആണ് നമ്മൾ നമ്മുടെ ഹാർഡൻഡ് കോൺക്രീറ്റ് ആയി കഴിഞ്ഞ് പിന്നെ ടെൻഡൻസിനെ ടെൻഷൻ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്ന പേര്. മൂന്നാമത് വീണ്ടും ഒരു ചോദ്യം. For pre-stressed structural elements, high strength concrete is used primarily because. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്? അതും നമ്മൾ ഓൾറെഡി റീസൺ പറഞ്ഞിരുന്നല്ലേ. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ഹൈ ബോണ്ട് സ്ട്രെങ്ത് കിട്ടും, അതേപോലെ തന്നെ ഹൈ ബിയറിംഗ് സ്ട്രെങ്ത് കിട്ടും, അതേപോലെ തന്നെ ക്രീപ്പ്, ഷ്രിങ്കേജ് ഇവരൊക്കെ എന്തായിരിക്കും നമുക്ക് കുറയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്തായിരിക്കാം നമുക്ക് ഇവിടെ ഒരു ആപ്റ്റ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ആൻസർ? Both shrinkage and creep are more ആണ്. Shrinkage is less but creep is more ആണ്. Modulus of elasticity and creep value higher ആയിട്ട് കിട്ടും. High modulus of elasticity and creep values are lower. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്? ഹൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും കിട്ടും, എന്നാൽ ക്രീപ്പ് വാല്യൂസ് എന്തായിരിക്കും? ലോവർ ആയിരിക്കും. അപ്പം ഇതാണ് നമുക്കൊരു ഫസ്റ്റ് പാർട്ട് ഓഫ് ദി പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൽ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട കാര്യം. വളരെ ബേസിക് ആയിട്ട് എന്താണ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് എന്ന് കണ്ടു, എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് എന്ന് കണ്ടു, അതേപോലെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രീ സ്ട്രെസ്സിങ് ചെയ്യാം, ആൻഡ് പ്രീ സ്ട്രെസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻസും അവരുടെ പ്രത്യേകതകളും എന്താണെന്ന് കണ്ടു. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ നമുക്ക് കാണാം.